ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട്. നോർമലി നമ്മുടെ വ്ളോഗ്സാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ പേരിങ്ങനെ ചോദിച്ചു നമ്മളെങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത് എന്നുള്ള കാര്യം കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യം. പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ വീഡിയോസിന് താഴെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നമ്മൾ എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്, നമുക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അതൊരു വീഡിയോ ആയിട്ട് തന്നെ, പൂക്കിയുടെ വാലാട്ടോ കണ്ടത്, നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 2026 ആണ്. നമ്മൾ 2024 ഡിസംബറിലാണ് 2024 ജനുവരിയിലാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ വന്നത് ജനുവരി 7-നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 2 വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഉള്ളത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ, ഷീച്ചേട്ടൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. കറൻ്റ്ലി ഞാനിവിടെ വർക്ക് ചെയ്യുന്നില്ല, ഹസ്ബൻഡാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോർമലി എല്ലാവരും എന്നോടത്ത് ചോദിക്കാറുള്ളത് പേര് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറയാറുണ്ട്. പക്ഷേ നോർമലി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പേര് പറയാൻ മറക്കും. അപ്പോൾ എൻ്റെ പേര് സൗമ്യ എന്നാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും മോളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും. പിന്നെ പ്രൊഫഷൻ ചോദിക്കാറുണ്ട്. ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഹസ്ബൻഡ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് ഇനി വരാം അല്ലേ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ 2 പേരും നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് പോണ്ടിച്ചേരി MRFലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നാട്ടിലായിരുന്നു, ഹസ്ബൻഡ് പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളോർത്ത് ഒരുമിച്ച് നമുക്ക് നിൽക്കാമെന്നുള്ള ഒരു പ്ലാനിൽ പോണ്ടിച്ചേരിയിലുള്ള ജോബ് റിസൈൻ ചെയ്തിട്ട് അപ്പോഴത്തേക്കും നാട്ടിൽ ഹസ്ബൻഡിന് ജോബ് കിട്ടി. അതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയായിരുന്നു കേട്ടോ. കൊച്ചിയിൽ തന്നെയാണ്, കാക്കനാടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊരു ഫുഡ് ബേസ്ഡ് കമ്പനിയായിരുന്നു കേട്ടോ, ഒരു ഫുഡ് ഇൻഡസ്ട്രി ആയിരുന്നു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഹസ്ബൻഡിൻ്റെ കൊളീഗ് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ഒരു ഏജൻസിയുടെ അഡ്വർടൈസ്മെൻറ്റ്. UAE-ലോട്ട് ഒരു MNC-ലോട്ട് സ്റ്റാഫിനെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളി അങ്ങനൊരു ഏജൻസിയിൽ ഇങ്ങനൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ഒരു ദുബായിലുള്ള ഒരു MNC-ലോട്ട് ആൾക്കാരെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ. ഞാനും ഹസ്ബൻഡും ആണെങ്കിലും പുറത്ത് പോകണമെന്ന് ഒരു താല്പര്യമില്ല, നാട്ടിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു 2 പേരും കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ഫ്രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ഒരുമിച്ച് പോകും. ഇൻ്റർവ്യൂ മുംബൈയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫൈനൽ ഇൻ്റർവ്യൂ. അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് പോവാം, എനിക്കൊരു കൂട്ടാവുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ വെറുതെ അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതാണ് ഈ കമ്പനിയിൽ. അങ്ങനെ കമ്പനിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റും ആയിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തു. കുറേ ഈ ഏജൻസിയുടെ തന്നെ കുറേ ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഫോണിന് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായി. അങ്ങനെ അതിലെല്ലാം ഇങ്ങനെ ഓക്കെ അവസാനം ഫൈനൽ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. അതും മുംബൈയിലായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ അത്ര ആ ഒരു ലെവലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്കും ഒരു സീരിയസ് ആയിട്ട്, അതുവരെ നമ്മളും അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല പോവാൻ വേണ്ടിയിട്ട്, അങ്ങനെ പുറത്തോട്ട് പോവാന്നുള്ളൊരു വലിയ പ്ലാൻ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഒരു ഫൈനൽ ലെവൽ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാം പോവാമെന്നുള്ള ആ ഒരു രീതിക്ക് എത്തിയത് നമ്മൾ ആ സമയത്താണ്. അങ്ങനെ ആ ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിന് ജോലി കിട്ടി. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു MNC ആണ്, നെസ്ലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് നെസ്ലയിലാണ്. അപ്പോൾ ദുബായിൽ അങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടി, നമ്മൾ ദുബായിലെത്തി. അപ്പോൾ ഫസ്റ്റ് ഷീജേടൻ മാത്രമാണ് പോയത്.
അങ്ങനെ ഷീജേട്ടൻ ദുബായിൽ, ഞാനും അപ്പോഴത്തേക്കും മോളുണ്ടായി. അമ്മൂന് 5 മാസമൊക്കെ ഉള്ള സമയത്താണ് ഷീജേട്ടൻ പോയത് UAE. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളും UAE പോയി. പിന്നെ നമ്മൾ അവിടെ തന്നെയായിരുന്നു കുറേ നാൾ. അപ്പോൾ പോണ സമയത്താണെങ്കിൽ നമ്മുടെ പ്ലാൻ ഒരു 5 വർഷം അവിടെ നിൽക്കുക, അമ്മൂൻ്റെ എഡ്യൂക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും, മീൻസ് അമ്മൂനെ KG ചേർക്കാറാകുമ്പോഴത്തേക്കും നാട്ടിലോട്ട് തിരിച്ചു പോവുക. ആ ഒരു പ്ലാനിലാണ് നമ്മൾ UAE പോയത്. പിന്നെ UAE പോയി ജോബായി, പിന്നെ കരിയർ ഗ്രോത്ത് ഒക്കെ ആയി. അപ്പോൾ പിന്നെ നമുക്ക് കരിയറും കൂടെ നോക്കണം, ആ ഒരു ഇതും കൂടി ആയപ്പോൾ അങ്ങനെ പതുക്കെ നിന്ന് ഒരു 9 വർഷം ഞാനും അമ്മൂസും ഏകദേശം ഒരു 8 വർഷത്തോളം, ഷീജേട്ടൻ 1 വർഷവും കൂടെ കൂടുതൽ, അങ്ങനെ ഏകദേശം ഒരു 9 വർഷത്തോളം നമ്മൾ UAE ഉണ്ടായി. അപ്പോൾ അങ്ങനെ UAE നിൽക്കുന്ന സമയത്ത് പിന്നെ കുറേ ഓഫേഴ്സ് നമുക്ക് വരുന്നുണ്ടായി. നമുക്കല്ല, ഹസ്ബൻഡിന് ഇങ്ങനെ വരുന്നുണ്ടായി വേറെ സ്ഥലത്തോട്ട്, സെയിം ഈ കമ്പനിയിൽ തന്നെ വേറെ പല രാജ്യത്തോട്ടും ഇങ്ങനെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ടായി. പക്ഷെ നമുക്ക് UAE വിട്ടു പോവാൻ താല്പര്യം ഉണ്ടായില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് നാട്ടിലോട്ട് എപ്പോൾ വേണമെങ്കിലും പോവാം, ഒരു 3.5 മണിക്കൂർ ട്രാവലിങ്ങേ ഉള്ളൂ UAE-ന്ന്, അതൊരു കാര്യം. പിന്നെ UAE ശരിക്കും നമുക്ക് നാട് പോലെ തന്നെയാണല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു രാജ്യത്തോട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലോട്ടൊന്നും പോവാൻ യാതൊരു പ്ലാനും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വന്ന കുറച്ച് ഓഫേഴ്സൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച് വിട്ടു. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചു, കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നില്ല നമ്മളിപ്പോൾ UAE വന്നതോ UAE അത്ര നാൾ നിന്നതോ ഒന്നും നമ്മുടെ പ്ലാനിങ് ആയിരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ടൈം അനുസരിച്ച് നമ്മുടെ അടുത്തോട്ട് വരികയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫർ കൂടെ വന്നപ്പോൾ, ഇതിൻ്റെ മുമ്പത്തെ വർഷം സെയിം ഒരു ഓഫർ വന്നു. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിലോട്ട് തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെയും ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു, പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഇൻറ്റേർണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നെസ്ലയുടെ തന്നെ ഇൻറ്റേർണൽ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജോബ് കിട്ടി. അങ്ങനെയാണ് നമുക്ക് സ്വിറ്റ്സർലൻഡിൽ ജോബ് കിട്ടിയത്. അതായത് സെയിം കമ്പനി തന്നെയാണ്, നെസ്ലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു പൊസിഷനിലോട്ട് നമുക്ക് ജോബ് കിട്ടി. അങ്ങനെ ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഇവിടെ പലതരം പെർമിറ്റുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് B പെർമിറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് 2 വർഷമാണല്ലോ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ B പെർമിറ്റാണ് ഉള്ളത്. പിന്നെ ഇവിടെ സ്ഥിര താമസമാക്കാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ, ഇവിടെ സെറ്റിലാവാൻ താല്പര്യം ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഇല്ല കേട്ടോ. നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകും. നമ്മുടെ ജോലിയുടെ സമയമൊക്കെ കഴിയുമ്പോഴത്തേക്കും നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്ന് നാട്ടിൽ തന്നെ സെറ്റിലാവാൻ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിയുടെ R&D ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ മാറി, UAE വർക്ക് ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. R&D ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോണു. ഞാൻ ഇപ്പം ജോബ് നോക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോബ് കിട്ടാൻ. മെയിൻ ഒരു സംഭവം നമ്മുടെ ലാംഗ്വേജ് ആണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്രഞ്ച് സ്പീക്കിംഗ് സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ പല ലെവൽ അനുസരിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ A2 ലെവലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. A2 ലെവലിൻ്റെ എക്സാമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് മുമ്പ് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട് നമ്മുടെ ഈ റീജിയനിൽ, നമ്മുടെ ഈ ക്യാൻറ്റോണിൻ്റെ. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവർ തന്നെ നമുക്ക് ഓഫർ ചെയ്യും. ലാംഗ്വേജ് കോഴ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് ഓഫർ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ സംഭവങ്ങളും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലാംഗ്വേജ് കോഴ്സിന് പോവുകയാണെങ്കിലും അതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാനിങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അൺഎംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും അവർ തന്നെ നമുക്ക് ഇങ്ങനെ ലാംഗ്വേജിൻ്റെ കോഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായി. ഇപ്പം ഞാൻ ആ ഒരു കോഴ്സിനാണ്, അതൊരു പല ലെവൽ കോഴ്സ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു 41 ഡേയ്സിൻ്റെ കോഴ്സാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ലാംഗ്വേജ് നമുക്ക് B2 ലെവൽ വേണം. അതുമല്ല നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ഏഷ്യൻ സർട്ടിഫിക്കറ്റ്സ് ആയതുകൊണ്ട് അതിന് നമ്മുടെ റെക്കഗ്നിഷൻ ചെയ്യാനൊക്കെ ഇവിടുത്തെ റെഡ് ക്രോസ് ആണ്, സ്വിറ്റ്സർലൻഡിലെ റെഡ് ക്രോസ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ റെക്കഗ്നിഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് അറ്റ് ഫസ്റ്റ് ഇപ്പോൾ എനിക്ക് വേണ്ടത് ഞാനിപ്പോൾ B2 ലെവൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലി അതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ജോലിയാണെങ്കിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ജോലി മേടിച്ച് തരാമോ, ഒരു ജോലി ഞങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഒരു ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ര ഈസി അല്ല. നോർമലി വേറൊരു സ്ഥലത്ത് ജോലി കിട്ടുന്ന അത്ര ഈസി അല്ല നമുക്ക് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ ഫീൽഡ് കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. വേക്കൻസീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഏഷ്യൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ മെയിനായിട്ടും ലാംഗ്വേജ് എന്താണെങ്കിലും നമുക്ക് B2 ലെവൽ ഉണ്ടെങ്കിലേ മെഡിക്കൽ പ്രൊഫഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ മെഡിക്കൽ ഏത് പ്രൊഫഷനാണെങ്കിലും, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സിംഗ്, ഡോക്ടർ, അങ്ങനെ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത്, സ്വിറ്റ്സർലൻഡിൽ 4 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഏത് സ്ഥലത്താണോ നമ്മൾ താമസിക്കുന്നത് ആ സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജിൽ B2 ലെവലെങ്കിലും നമുക്ക് വേണം ജോബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട്, ഏജൻസികൾ പറഞ്ഞു തരുമോ, ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ കുറിച്ച് പറഞ്ഞു തരുമോ എന്നൊക്കെ, അറിയുന്ന ഏജൻസികൾ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡയറക്റ്റ്ലി വന്നതുകൊണ്ട് നമുക്ക് ഒരു ഏജൻസിയുടെയും ഹെൽപ്പ് ഇല്ല. നമ്മൾ ഡയറക്റ്റ് ആയിരുന്നു എല്ലാം വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പേഴ്സണലി അറിഞ്ഞാലല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഏജൻസികളൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏജൻസികളൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ UAE-ലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏജൻസി ഉണ്ടായിരുന്നു. അതും നമുക്ക് കമ്പനി തന്നെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ UAE-ന്ന് ഇങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, നമ്മുടെ ഹൗസ് ഹോൾഡ്, നമ്മുടെ ഫർണിച്ചറും കിച്ചണിൽ യൂസ് ചെയ്ത സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ UAE-ൽ നിന്നും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി ഉണ്ടായിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ വീട് കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളിവിടെ ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്കിങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. നോർമലി നമുക്കിപ്പോൾ UAE-ലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് വീട് പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് റെൻറ്റിനെടുക്കാം. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് UAE-ൽ നമുക്ക് പരിചയം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ സിസ്റ്റം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് വീടുകൾ കിട്ടാനായിട്ടാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നോർമലി ഇവിടെ എല്ലാവരും റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏജൻസി ഉള്ളതുകൊണ്ട് ആ ഏജൻസി നമുക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവർ തന്നെയാണ് നമുക്കിത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ച് തന്നതും അവരാണ്. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ്സ് അവർ തന്നെ കണ്ടുപിടിക്കും. പിന്നെ അവർ തന്നെ നമ്മളെ കൊണ്ടുവന്ന് അപ്പാർട്ട്മെൻറ്റ്സ് കാണിച്ചു തരും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു ഇത് കമ്പനി ഇങ്ങനെ ഒരു ഏജൻസീനെ ഏൽപ്പിച്ചത് കൊണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ടെൻഷൻ അമ്മുവിൻ്റെ കാര്യമായിരുന്നു കേട്ടോ. കാരണം ഹസ്ബൻഡിന് കുഴപ്പമില്ല, ഓഫീസിൽ ഫ്രഞ്ചിൻ്റെ ആവശ്യമില്ല, ഇംഗ്ലീഷ് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് മതിയായിരുന്നു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷേ അമ്മുവിന് എന്താണെങ്കിലും ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞേ പറ്റുമല്ലോ, ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ അമ്മുവിനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ അമ്മുസ്
നന്നായി സംസാരിക്കുന്നുണ്ട്, ലാംഗ്വേജ് ഒക്കെ നന്നായി പഠിച്ചു, സ്കൂളിൻ്റെ പുതിയൊരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ആള് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. കാരണം യുഎയിലായിരുന്നപ്പോൾ അമ്മ ഒരു ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ CBSE സിലബസ് ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഒരു കരിക്കുലവും, ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ ആ ഒരു എൻവയോൺമെൻ്റ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ എഡ്യൂക്കേഷനേക്കാളും അമ്മ യുഎയിൽ പോയ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കൾച്ചർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ അമ്മൂസ് പെട്ടെന്ന് തന്നെ അവൾ അതിനകത്തോട്ട് എന്താ പറയുക അഡാപ്റ്റ് ആയി. അപ്പോൾ നമ്മുടെ ആ ഒരു അമ്മുവിനെ കുറിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ടെൻഷൻ നമുക്ക് വരുമ്പോൾ. കാരണം അവൾ വളർന്ന് വന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് മൊത്തത്തിൽ മാറി എങ്ങനെ അവൾ അഡ്ജസ്റ്റ് ആവും, അവളുടെ ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ സംഭവമൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആളിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. ലാംഗ്വേജ് ഒക്കെ പെട്ടെന്ന് തന്നെ അവൾ പിക്ക് ചെയ്തെടുത്ത് ഇപ്പോൾ നന്നായി സംസാരിക്കും. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് നോർമൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ ലെവൽ കൂടി വരുമ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷനാവും സംസാരിക്കുമ്പോഴത്തേക്കും. ടെൻഷനായാൽ പിന്നെ എനിക്ക് ഒന്നും സംസാരിക്കാൻ വരില്ല കേട്ടോ. അപ്പം നോർമലി ഷോപ്പിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോയാൽ എനിക്ക് ഓക്കെയാണ്, ഞാൻ സംസാരിക്കാൻ ഓക്കെയാണ്. പക്ഷെ കുറച്ചും കൂടി ലെവൽ കൂടിയിട്ടുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനാകും. അപ്പോൾ അമ്മൂസ് കൂടി ഉണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അവൾ ഓക്കെയാണ് സംസാരിക്കാനായിട്ട്, പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് സ്പീഡൊക്കെ കൂടുമ്പോഴത്തേക്കും എനിക്ക് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അമ്മു അപ്പോൾ അത് നന്നായി ഗ്രാസ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലൈഫുമായിട്ട് നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റഡ് ആയി വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻറ്റയർലി നമുക്ക് യുഎയിൽ താമസിക്കുന്നവർക്കറിയാം, നമുക്ക് എനിക്ക് തോന്നുന്നു അവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയില്ല നമുക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തോരം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അവിടെ നിന്ന് വിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കതൊക്കെ അറിയുന്നത്. കാരണം ഷോപ്പിങ്ങിൻ്റെ സംഭവമാണെങ്കിലും നമ്മൾ ഭയങ്കര ഈസിയാണ് അവിടെ താമസിക്കാൻ. കുറച്ചും കൂടെ കമ്പയർ ടു നമ്മൾ ഇവിടെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് അവിടെ താമസിക്കാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു വർഷം എന്ന് തന്നെ പറയാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സമയമെടുത്തു കേട്ടോ, ശരിക്കും സമയമെടുത്തു. ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് ഈ ഒരു കൾച്ചറായിട്ട് നമുക്കൊന്ന് അഡാപ്റ്റായി വരാൻ ശരിക്കും നമ്മൾ സമയമെടുത്തു. മെയിൻ സംഭവം ഒന്ന് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഏതാണോ ലോക്കൽ ലാംഗ്വേജ് ആ സ്ഥലത്തെ അതാണ് ഇവർ കൂടുതലും സംസാരിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ലോക്കൽ ലാംഗ്വേജ് അറിയാന്നുള്ളതാണ് മെയിൻ സംഭവം. ഇപ്പോൾ നമ്മൾ ഓക്കെ ആയി വരുന്നുണ്ട് ലാംഗ്വേജുമായിട്ടും. പിന്നെ ഷോപ്പിംഗ്, സൺഡേസ് ഇവിടെ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഫുൾ ഒരു ഓഫായി കിടക്കുന്ന ഒരു വൈബായിരിക്കും ഇവിടെ. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസമാണ് സൺഡേ. പിന്നെ ആണെങ്കിൽ നൈറ്റ് ലൈഫ് കംപ്ലീറ്റ്ലി ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു 6 PM ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു സംഭവങ്ങളും ഇവിടെ ഉണ്ടാവില്ല. ഷോപ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഷോപ്സൊക്കെ എനിക്കൊന്ന് 7 PM വരെയൊക്കെയാണ് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിരിക്കും. ഈവൻ മാളുകൾ എല്ലാം. നമുക്ക് നൈറ്റ് ലൈഫ് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ UAE എന്ന് പറയുന്നത് നമ്മൾ നൈറ്റിലാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ. ഒരു 6 മണി 7 മണി വരെ വീട്ടിൽ ഇരുന്നിട്ട് ആ 7 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നൈറ്റ് ലൈഫ് ഒട്ടും ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫുഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കേരള റെസ്റ്റോറൻറ്റ്സ് ഇതുവരെ അങ്ങനെ നമുക്ക് പറ്റിയ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കേരള റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു 200 മീറ്റർ അടുത്ത് തന്നെ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയും ഇവിടെ വന്നപ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ലക്ഷറി ആയി മാറിയത് നമുക്ക്. മറ്റേത് UAയിലായിരുന്നപ്പോൾ നമുക്ക് എപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാലും ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയുക, അല്ലെങ്കിൽ പോയി കഴിക്കുക, ഓർഡർ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. മിനിമം നമ്മൾ 3 പേര് പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ, ഇപ്പോൾ ഇവൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും 100 francs ആവും. നമ്മൾ എത്ര എങ്ങനെ കുറച്ച് കഴിച്ചു എന്ന് വെച്ചാലും 100 francs മിനിമം ആവും നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ.
സെയിം ഏകദേശം ഒരു 60-80 ഫ്രാങ്ക്സ് ഒക്കെയാവും നമ്മൾ വേറെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിലും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ചീപ്പാണെന്ന് പറയാനുള്ളത് മെക്ഡി അല്ലെങ്കിൽ KFC ഈ സംഭവമൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. പക്ഷേ ഇപ്പം നമ്മൾ ഓക്കെ ആയി, ഈ ഒരു കൾച്ചറൊക്കെ ആയിട്ടാണെങ്കിലും ഇവിടുത്തെ ഒരു സംഭവമൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഓക്കെ ആയി. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നോർമലി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് കേട്ടോ. ആൾക്കാർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ പിന്നെയും ചോദിച്ചതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരു Q&A പോലെ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു Q&A പോലെ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അറിയുള്ളൂ, ഭയങ്കരമായിട്ടുള്ള പരിപാടികളും സംഭവങ്ങളൊന്നും ഇവിടുത്തെ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ വന്നത് ഇങ്ങനെയാണ്. ഇത് വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോന്നോ അതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് നമ്മൾ UAE സമയത്ത് ആയതുകൊണ്ട് അബുദാബിയിൽ നിന്നാണ് നമ്മൾ അബുദാബിയിലാണല്ലോ എംബസി ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് കേട്ടോ, അബുദാബിയിൽ നിന്ന്. അപ്പോൾ എന്താ പറയുക, ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമോ, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ നോർമലി ചോദിക്കാറുള്ള കാര്യം ഇവിടെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ വന്ന സമയത്ത് നമുക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം അതായിരുന്നു, പിന്നെ ഞാൻ വിട്ടുപോയി. അപ്പോൾ വന്ന സമയത്ത് നമുക്കിവിടെ അറിയുന്ന ആരും ഉണ്ടായില്ല. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് ഒരു ശ്രീലങ്കൻ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ കൂടെ UAE വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഇതുപോലെ ജോബ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്, പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരുന്നേക്കാൾ മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം എടുത്തു, ഒരു ഏപ്രിൽ മെയ് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ ഒരാളെ കണ്ടു. പിന്നെ അതൊരു തമിഴ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ചേച്ചിയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്നല്ല, നമ്മുടെ ഭയങ്കര ഫ്രണ്ടാണ്. അതുപോലെ തന്നെ കുറേ മലയാളീസ് ഉണ്ട്, ഒരു 5 മലയാളി ഫാമിലീസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ബാക്കിയുള്ളവർ കുറച്ച് ദൂരെയാണ്. ഒരു മലയാളി ഫാമിലി നമ്മുടെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നമുക്കൊരു ആശ്വാസം കേട്ടോ, നമ്മുടെ മലയാളി ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക. അല്ലെ പിന്നെ നമ്മളിവിടെ ഭയങ്കര ഒറ്റയ്ക്കായി പോയിട്ട് ഭയങ്കര ഒരു ലോൺലി ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, അവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇവിടെ ഒന്ന് ഓക്കെ ആയി തുടങ്ങിയത്. കാരണം വേറെ ആരും നമുക്കിവിടെ ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ ഓക്കെ ആയി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമോയെന്ന് എനിക്കറിയില്ല. ഹെൽപ്ഫുൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.